ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി ഇത് നമ്മൾ എന്താ പറയുക, വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും എഡിറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടില്ല. സോ അങ്ങനെ ഫൈനലി ഞാനിപ്പോൾ ഇത് റിലീസ് ചെയ്യുവാണ്. അതെ, നമ്മളുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വേഗം അത് കണ്ടേച്ചും വരാം. സോ ഫൈനലി ഞങ്ങൾ റെഡി ആയിട്ട് ബസ് കാത്തിക്കുവാണ്. ഓക്സ്ഫോർഡ് സർക്കസിലേക്ക് 2 മിനിറ്റിൽ ഇപ്പോൾ ബസ് വരും. വിക്ടോറിയ ചെന്നിട്ട് അവിടെ നിന്ന് ബസ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാൻസ്ഡ് എയർപോർട്ടിൽ പോകുന്നത്. നല്ല തണുപ്പുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഫുൾ സെറ്റായിട്ടാണ് പോകുന്നത്. നമ്മൾ ഈ ഒരു ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഒരു ബാഗ് മാത്രം കളവുള്ളൂ. സോ ജേർണി ബിഗിൻസ്. വിക്ടോറിയയിൽ നിന്ന് സ്റ്റാൻസ്ഡ് എയർപോർട്ട് വരെയുള്ള ആ ഒരു ജേർണി എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ പാൻറ്റ് ഭയങ്കര സോഫ്റ്റ് പാൻറ്റായതുകൊണ്ട് സീറ്റും ഭയങ്കര സോഫ്റ്റ്. ഞാൻ അവർ ബ്രേക്ക് ഓടിക്കുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് പിന്നെ കംപ്ലീറ്റ് മൂടും പോയി. എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ എത്തിന്ന് പറഞ്ഞിട്ടുണ്ട്. വിശേഷം സുഖമാണോ? അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഞങ്ങള് എവിടെയാണ് എയർപോർട്ടിന്റെ അകത്തെത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ആ ചെക്കിങ്? അവളെ എന്തൊക്കെയോ പിടിച്ച് അഴിച്ച് ഷൂ വരെ അഴിപ്പിച്ച ആളാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ബെൽറ്റ് വരെ അഴിപ്പിച്ച്. പിന്നെ എന്തായിരുന്നു വരയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. നല്ല തിരക്കുണ്ട്. എക്സൈറ്റഡ് ആണോ? എനിക്ക് ആദ്യം ഭയങ്കര മൂഡൗട്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വിനു ഇല്ലാണ്ട് ഫ്ലൈറ്റിൽ യാത്രയാണ്. വിനു ഉണ്ടായിരുന്ന ഫ്ലൈറ്റിൽ, പക്ഷെ വിനു ബാക്കിലായിരുന്നു, ഭയങ്കര ബാക്കിൽ. ഞാൻ ഒറ്റയ്ക്ക്. പക്ഷെ ഞാൻ ഓക്കെ ആയിരുന്നു. 1 hour ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. നമ്മൾ 9 മണിക്ക് എത്തേണ്ട നമ്മളിപ്പോൾ 10:30 എത്തിയിട്ട്. ഇറ്റ്സ് ഓക്കെ. സോ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ട്രാം എടുത്തു. ട്രാമിന് 9 pound ഒരാൾക്ക് വെച്ചിട്ടായിട്ടുണ്ട്. നാട്ടിലത്തെ പോലെ കണ്ടക്ടർ വന്നിട്ട് ടിക്കറ്റ് ഇതാക്കുന്ന ഒരു സമ്പ്രദായമാണ് ട്രാമിനകത്തുള്ളത്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു മൂടിക്കെട്ടലുണ്ടല്ലോ, ചെവിയൊക്കെ ഭയങ്കരമായിട്ട് അടഞ്ഞിട്ട് ഭയങ്കര ഒരു പിന്നെ ഒടുക്കത്തെ തണുപ്പും. അപ്പോൾ സെറ്റായി വരുന്നതേ ഉള്ളൂ. പുറത്തിറങ്ങി ഒരു ചായ ഒക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ സെറ്റാവും. നല്ല സീനറിയൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. പ്രിൻസസ് സ്ട്രീറ്റിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എഡിൻബ്ര കാസിലാണ്. അത് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എഡിൻബ്ര കാസിൽ. അപ്പോൾ നമുക്ക് അവിടെ പോവാം. ഇതാണ് എഡിൻബ്ര കാസിൽ. നമ്മൾ അകത്തേക്ക് കയറിയില്ല. നമ്മൾ തൊട്ടടുത്ത് വരെ ചെന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ക്യാമറ ഒബ്സ്കൂറ വേൾഡ് ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോയത്. നമ്മളിപ്പോൾ ഇതെടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് 23.95 pound വന്നിരിക്കുന്നത്. ഇല്യൂഷൻസ് ആണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഫണ്ണായിരിക്കും എന്നാണ് വിശ്വാസം. രണ്ടിനും വിശ്വാസം അല്ലേ? ഫൺ ഫുൾ ഫൺ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ആ മറ്റേ ഇല്യൂഷനിൽ ഒരു ഫ്ലോറേ കയറിയിട്ടുള്ളൂ. എങ്ങനെയുണ്ടായി? ഒരു ഫ്ലോർ മാത്രമേ ഞങ്ങൾ കയറിയിട്ടുള്ളൂ. പക്ഷെ സെറ്റ് ഞങ്ങളിപ്പോൾ റൂഫ് ടോപ്പിൽ വെറുതെ ഒന്ന് വന്നതാണ്. അയ്യോ, സെറ്റ് സാധനം. ഇനി അടുത്ത എത്ര ഫ്ലോറും കൂടി ഉണ്ട് നോക്കിനി? 4 കൂടി ഉണ്ട്. വിനു എങ്ങനെയുണ്ട്? വിനു അതൊക്കെ നോക്കി. ഇതിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല. ഞാൻ ബാക്ക് ക്യാമിലിട്ട് കാണിച്ചു തരാം.
നടക്കലൊക്കെ കഴിഞ്ഞു വിശന്നിട്ട് ലഞ്ച് കഴിക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു പഴയ ഒരു വൈബുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെ കയറിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ സീസർ സാലഡ്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനങ്ങൾ വന്നിട്ട് ഞാൻ പറയാം. ഇപ്പം എന്തായാലും ഒരു ക്യാപ്ചീനോ നമ്മൾ ഓർഡർ ചെയ്ത്, പക്ഷെ നല്ല തണുപ്പാണ് വന്നത്. സോ അതുകൊണ്ട് നമ്മൾ നല്ലൊരു ക്യാപ്ചീനോ. സോ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ട്, ചിക്കൻ സീസർ സാലഡ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ബർഗർ ഉണ്ട്, ചിക്കൻ ബർഗറാണ്. സോ നമ്മൾ കഴിക്കാൻ പോവാണ്. മരി അവിടെ എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് ഫുഡ്? കഴിച്ചു നോക്കൂ. ചിപ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞു. ഫുഡ് ഒരു രക്ഷയില്ല, നല്ല ഫുഡായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫിഷ് ആൻഡ് ചിപ്സ് ആണല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. സോ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ നല്ലായിരുന്നു. ഇപ്പൊ നമ്മള് ഇവിടെ വിക്ടോറിയ സ്ട്രീറ്റിൽ ജസ്റ്റ് വന്ന് കണ്ട നല്ല ഭംഗിയില്ലേ, ഭയങ്കര രസമായിട്ടുള്ള ബിൽഡിങ്സ്, നല്ല പെയിന്റ് അടിച്ച് വെച്ച ബിൽഡിങ്സ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹാരി പോട്ടർ ഫിലിമിലൊക്കെ ഉള്ള സാധനങ്ങൾ, എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ഞങ്ങൾ പോയി കണ്ടു. സോ ഞങ്ങൾ ഇനി ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ് ഗൈസ്. ആർ യു എക്സൈറ്റഡ്? സോ നമ്മളുടെ റൂമിലേക്ക് 30 minutes ആണ്. സോ ഞങ്ങള് ഇപ്പൊ ഞങ്ങളുടെ റൂമിലോട്ട് പോകാനായിട്ട് ക്യാബ് വിളിച്ചിട്ടുണ്ട്. 4 മിനിറ്റിലാണ് കാണിച്ചിരിക്കുന്നത്. റൂമിൽ പോയിട്ട് ഞങ്ങള് റൂമിന്റെ വിശേഷങ്ങളായിട്ട് വേഗം തന്നെ വരാം. സോ നമ്മള് ക്യാബിൽ കയറി നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയൊക്കെ നമ്മൾ നടന്നു വന്നതാണെന്ന് ആലോചിക്കണം. ഈ വഴിയൊക്കെ നമ്മൾ സുന്ദരമായിട്ട് അതെങ്ങനെയാണല്ലോ. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ നല്ലതാണ്. വലിയ തണുപ്പെന്ന് പറയാനായിട്ടില്ല. കാരണം സ്കോട്ട്ലൻഡ് എന്ന് പറയുമ്പോഴേക്കും മഞ്ഞ് വീണ് അമ്മാതിരി തണുപ്പെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്ര തണുപ്പൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ഭാഗ്യത്തിന് മഴയില്ല. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മഴയില്ലാത്തൊരു നല്ല കാലാവസ്ഥയായിരുന്നു. നമുക്ക് ആവശ്യത്തിന് ഫോട്ടോസൊക്കെ കിട്ടി. അത്യാവശ്യം എഡിൻബ്രോ സെന്റർ നമുക്ക് കറങ്ങാൻ പറ്റിയിട്ടുണ്ട്. നാളെ നമ്മൾ എവിടേക്കൊക്കെ പോകണമെന്നുള്ളത് നമ്മളിത് പ്ലാൻ ചെയ്തിട്ട്, നമ്മൾ റൂമിലെത്തിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് നാളെ ഇറങ്ങുന്നത്. സോ നാളെയും കൂടെ ഉള്ളൂ നമുക്ക്. നമ്മൾ 2 ദിവസത്തെ ട്രിപ്പിനാണ് വന്നത്. സോ ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മൾ റൂമിലെത്തിയിട്ട്. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് റൂം കിട്ടി. നമ്മളുടെ റൂം നമ്പർ വരുന്നത് 311. നിങ്ങളുടെ റൂം നമ്പർ വരുന്നത് 307. സോ ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. ഇന്ന് ഞങ്ങളിവിടെ ഒരു കലക്കും എത്തിയിരിക്കുകയാണ്. അടിപൊളി റൂം. എങ്ങനെയുണ്ട് വരിക? സൂപ്പറായിട്ടുണ്ട്. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് വന്നേക്കുവാണ്. നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കണ്ടില്ലേ? ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞങ്ങള്. സെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു.
സോ ഇന്ന് നമ്മളുടെ ഡേ 2 ആണ്. നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡീൻ വില്ലേജിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മളുടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ഇനി പോയല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡീൻ വില്ലേജിലാണ്. സ്കോട്ട്ലൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്ലേസാണ് ഡീൻ വില്ലേജ്. ഇവിടെ ഒരു ചെറിയ അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ പോയത് സ്കോട്ട്ലാൻഡിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബാറിലേക്കാണ്. ദ വേൾഡ് ഫേമസ് ഫ്രാങ്കസ്റ്റൈൻ എന്നാണ് ബാറിൻ്റെ പേര് വരുന്നത്. സ്കോട്ട്ലാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. ഭയങ്കര സ്കെയറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലൈവായിട്ട് അവർ മോൺസ്റ്റർ ഷോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് അത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈമും കാര്യങ്ങളും നോക്കിയിട്ട് വേണം ചെല്ലാനായിട്ട്. പിന്നെ നമ്മൾ പോയതാണ് സ്കോട്ട്ലൻഡ് നാഷണൽ മ്യൂസിയം. ഇതിൽ നമുക്ക് ഫുൾ ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിയമാണിത്. നമുക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ നിന്ന് അവസാനിപ്പിക്കണം എന്നായിരുന്നു. കാരണം അത്രയും കാണാനുണ്ടായിരുന്നു. ഓരോ ഫ്ലോസും ഓരോ ഇതിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. സോ എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇതാണ് സ്കോട്ട്ലൻഡിലെ സെൻറ്റ് ജൈൽസ് കത്തീഡ്രൽ. ഭയങ്കര നല്ല ഭംഗിയായിട്ടുള്ളൊരു കത്തീഡ്രലാണ്. ഉള്ളിൽ നല്ല ഭംഗിയുള്ള തൂണുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഫ്രീ എൻട്രി ആണ്. ഇതിൻ്റെ വിൻഡോസ് വരുന്നതൊക്കെ സ്റ്റെയിൻ ഗ്ലാസ്ഡ് ആയിട്ടുള്ള വിൻഡോസാണ്. ഭയങ്കര ഭംഗിയായിരുന്നു അകത്ത് കാണാനൊക്കെ. ഭയങ്കര ഹൈറ്റിലാണ് അത് പണിതിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളതല്ലേ എന്ന് വെച്ചാൽ 1600 ആ ഒരു ടൈമിലാണ് ഇത് പണിതിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അതിൻ്റെ ആ ഭംഗി ഇപ്പോഴും അവർ നിലനിർത്തുന്നുണ്ട്. നമ്മളിതൊക്കെ ശരിക്കും ഇംഗ്ലീഷ് ഫിലിമിൽ മാത്രമേ ഇങ്ങനത്തെ ബിൽഡിങ്സൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് നല്ലൊരു അനുഭവമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് സ്കോട്ട്ലാൻഡ് ചെന്നിട്ടുണ്ടെങ്കിൽ മൊത്തം ഇതുപോലത്തെ ബിൽഡിങ്സാണ്. പഴയ ഒരു ഇംഗ്ലീഷ് ഫിലിം കാണുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ബോബി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡോഗിൻ്റെ ഗ്രേവിലേക്കാണ്. അപ്പോൾ നിങ്ങളൊരു ഡോഗ് ലവർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ബോബിയുടെ കഥ. ഒരു ജോൺ ഗ്രേ എന്ന് പറയുന്ന ഒരാളുടെ ഡോഗായിരുന്നു ബോബി. അപ്പോൾ ജോൺ ഗ്രേ ഇങ്ങനെ പാടില്ലാതെ വന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബോബി ജോണിൻ്റെ ഗ്രേവിൽ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. ഈവൻ സ്നോ ആയിക്കോട്ടെ ഏതൊരു വെതർ കണ്ടീഷൻ ആയിക്കോട്ടെ പുള്ളി മാറുന്നുണ്ടായിരുന്നില്ല. അപ്പം അത്രയും തൻ്റെ യജമാനെ സ്നേഹിച്ചൊരു ഡോഗായിരുന്നു ബോബി. ബോബിയുടെ മരണം വരെ ജോണിൻ്റെ ഗ്രേവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ആ ഒരു ഡോഗിനോടുള്ള സ്നേഹം കൊണ്ട് പുള്ളിക്കും ഒരു ഗ്രേവ് സ്കോട്ട്ലാൻഡിൽ ആളുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കായിരുന്നു നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കോട്ട്ലാൻഡ് വിശേഷങ്ങൾ. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത ഹോളിഡേ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ നമ്മൾ സ്റ്റേ ചെയ്ത റൂംസ് പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല റൂമായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയ റൂമാണ്. 2 days ആയിരുന്നു നമ്മൾ ഈ റൂമിലുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡ് ആയിരുന്നു. നല്ല റൂമായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കായിരുന്നു നമ്മളുടെ സ്കോട്ട്ലാൻഡ് വിശേഷങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റായത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷേ അവസാനം ഇട്ടിട്ടുണ്ട്. ശരിക്കും സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്നൊരു പ്ലേസ് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു മിസ്റ്ററി നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമായിട്ടാണ് ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹാരി പോട്ടർ ഫിലിമിലെ സാധനങ്ങളൊക്കെ ഓരോ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതും അവിടുത്തെ വഴികളും ബിൽഡിങ്സും ഒക്കെ ഭയങ്കര ഒരു മിസ്റ്ററി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ ഞാൻ ഒരു പ്രാവശ്യം കൂടി എന്തായാലും സ്കോട്ട്ലാൻഡിൽ പോകുന്നതായിരിക്കും. എന്തായാലും നമ്മളുടെ ട്രിപ്പ് ഭയങ്കര കളറാക്കിയത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വാനരപ്പട തന്നെയായിരുന്നു. ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരെ. സോന, മരിയ. അടുത്ത ട്രിപ്പിന് മുമ്പായിട്ടെങ്കിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതെന്തായാലും നടന്നു. എനിവേ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.